ഹായ് കൂട്ടുകാരെ, ഈ അധ്യാപക ദിനത്തിൽ 1ാം ക്ലാസ്സിലെ കൂട്ടുകാർ നിങ്ങൾക്കായി ഒരു നാടകവുമായി എത്തിയിരിക്കുകയാണ്. ഈ നാടകത്തിന്റെ കഥ എഴുതുവാനും സഹായിക്കുവാനും ശബ്ദം നൽകാനും ഒക്കെയായി നമ്മുടെ 1ാം ക്ലാസ്സിലെ എല്ലാ അധ്യാപകരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും എല്ലാ അധ്യാപകർക്കും ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഈ നാടകം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എങ്കിൽ കണ്ടാലോ? വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ, വിളക്ക് വയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ, വിളക്ക് വയ്ക്കു ഞങ്ങൾ. Good morning, children. Call for attendance. Ridved, Sunil, Punya, Shefin, Sneha. Sit down. Let's start our class. Sonnet 116. Let me note to the marriage of true minds admit impediments. Love is not love. ഷെഫിൻ, നീ എന്താ ഈ ചെയ്യുന്നേ? ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് അറിയില്ലേ? ഇതൊക്കെ പറയാൻ നീ ആരാ? നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് മാളവിക PR. ചെറുമല സ്കൂളിലെ +2 വിദ്യാർത്ഥി അധ്യാപികയെ ആക്രമിച്ചു. അധ്യാപികയ്ക്ക് സാരമായ പരിക്ക്. സിസ്റ്റർ, എൻ്റെ കുട്ടി ഒന്നും പഠിക്കുന്നില്ല. മാത്രമല്ല, ഇന്നലെ അവളുടെ പെൻസിൽ കാണാതായിട്ട് ടീച്ചർ അന്വേഷിച്ചത് പോലുമില്ല. എന്താണിത്? ഈ ടീച്ചർ എന്തിനാണ് സ്കൂളിൽ വരുന്നത്? നമുക്ക് സംസാരിക്കാം, നിങ്ങൾ ഇരിക്കൂ. നമസ്കാരം. അധ്യാപകരും സമൂഹവും എന്ന വിഷയത്തിൽ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മളോട് സംവദിക്കുന്നു ഭരണപക്ഷാംഗം. ഇന്നത്തെ ചർച്ച വളർന്നു വരുന്ന തലമുറയെ നയിക്കുന്ന അധ്യാപകരെ കുറിച്ചാണ്. ഇവിടെ ഇവർ എന്താണ് ചെയ്യുന്നത്? അധ്യാപകർക്ക് ഇവിടെ ഒരു പണിയുമില്ല. വെറുതെ ഇരുന്ന് കൂലി വാങ്ങി നാടിനെ മുടിപ്പിക്കാൻ ഒരു കൂട്ടം. എല്ലാവരും നാളെ മുതൽ പാമ്പിനെ പിടിക്കാൻ പോട്ടെ. കുറച്ച് പേർ പട്ടികനെയും, ബാക്കിയുള്ളവർ കഞ്ഞി വിളമ്പാനും പോട്ടെ. കുട്ടികൾക്ക് പഠിക്കാൻ ഇവിടെ സ്വർണ്ണക്കൂടാരമുണ്ട്. നോക്കൂ കൂട്ടുകാരെ, ഭാവി തലമുറയെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവർക്ക് പറക്കാൻ ചിറകുകൾ നൽകുന്ന ഓരോ അധ്യാപകരും ഇന്ന് ക്രൂശിക്കപ്പെടുകയാണ്. ഏതോ മുക്കിലും മൂലയിലും നടന്ന 2-3 പ്രശ്നങ്ങളുടെ പേരിൽ അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ അധ്യാപകരെ മുഴുവനായും അടച്ചാക്ഷേപിക്കണോ? അത് ശരിയാണോ? നമുക്കൊന്ന് മാറി ചിന്തിച്ചാലോ? Let's start our class. Sonnet 116. Let me note to the marriage of true minds admit impediments. Love is not love. ഷെഫിൻ, നീ എന്താ ഈ ചെയ്യുന്നേ? ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് അറിയില്ലേ? എനിക്കിത് നിർത്തണമെന്നുണ്ട്. സാധിക്കുന്നില്ല ടീച്ചർ. ഞാൻ മയക്കുമരുന്നിന് അടിമയായി മാറിക്കഴിഞ്ഞു. ഞാൻ നിന്നെ സഹായിക്കാം. നമുക്കൊരു ഡോക്ടറെ കാണാൻ പോയാലോ? സിസ്റ്റർ, എൻ്റെ കുട്ടി ഒന്നും പഠിക്കുന്നില്ല. മാത്രമല്ല, ഇന്നലെ അവളുടെ പെൻസിൽ കാണാതായിട്ട് ടീച്ചർ അന്വേഷിച്ചത് പോലുമില്ല. എന്താണിത്? ഈ ടീച്ചർ എന്തിനാണ് സ്കൂളിൽ വരുന്നത്? നമുക്ക് സംസാരിക്കാം, ഒന്നിരിക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കരുതലോടെയാണ് ഓരോ അധ്യാപകരും നിങ്ങളുടെ മക്കളെ നോക്കുന്നത്. അന്ന് ആവണി വീണപ്പോൾ, അതും സ്കൂൾ വിട്ടതിനു ശേഷം ഓട്ടോയിൽ നിന്ന് വീണപ്പോൾ ബസ്സിൽ നിന്ന് ഓടി വന്നില്ലേ ടീച്ചർ? അവളുമായി ഹോസ്പിറ്റലിൽ പോയില്ലേ? നിങ്ങളത് മറന്നോ? 2 ദിവസമായി നിങ്ങൾ ഫാമിലിയുമായി വിനോദയാത്രയിൽ പോയിരിക്കുകയായിരുന്നില്ലേ? ആ കുറ്റം എങ്ങനെ ടീച്ചറുടേതാകും? ഓർക്കുക, ഓരോ അധ്യാപകർക്കും അവരുടെ മക്കൾ തന്നെയാണ് ഓരോ കുട്ടികളും. അവരെ നമുക്ക് ബഹുമാനിക്കാം. എൻ്റെ മക്കളാണ് എല്ലാവരും. വരൂ ആവണി, ക്ലാസ്സിലേക്ക് പോകാം.
നമസ്കാരം. അധ്യാപകരും സമൂഹവും എന്ന വിഷയത്തിൽ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മളോട് സംവദിക്കുന്നു ഭരണപക്ഷ അംഗം. ഇന്നത്തെ ചർച്ച വളർന്നു വരുന്ന തലമുറയെ നയിക്കുന്ന അധ്യാപകരെ കുറിച്ചാണ്. ഇവിടെ ഇവർ എന്താണ് ചെയ്യുന്നത്? അധ്യാപകർക്ക് ഇവിടെ ഒരു പണിയുമില്ല. വെറുതെ ഇരുന്ന് കൂലി വാങ്ങി നാടിനെ മുടിപ്പിക്കാൻ ഒരു കൂട്ടം. എല്ലാവരും നാളെ മുതൽ പാമ്പിനെ പിടിക്കാൻ പോട്ടെ. കുറച്ച് പേർ പട്ടിയിനെയും, ബാക്കിയുള്ളവർ കഞ്ഞി വിളമ്പാനും പോട്ടെ. കുട്ടികൾക്ക് പഠിക്കാൻ ഇവിടെ സ്വർണ്ണക്കൂടാരമുണ്ട്. നമുക്ക് ഈ വിഷയത്തിൽ റിട്ടയർ അധ്യാപിക CG ടീച്ചറുടെ അഭിപ്രായം തേടാം. കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടവരാണ് ഓരോ അധ്യാപകരും. അതിന് സാധിക്കാത്തവരെയാണ് നാം ശിക്ഷിക്കേണ്ടത്. ഒരു വർണ്ണക്കൂടാരവും ഒരു അധ്യാപകനും പകരമല്ല. അത് നാം മനസ്സിലാക്കണം. അധ്യാപകരെ ബഹുമാനിക്കുന്ന, ദൈവതുല്യം സ്നേഹിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചക്കാരായ ഭാരതീയരാണ് നാം എന്ന ധാരണ നമുക്ക് വേണം. പ്രിയരെ, സമൂഹം ഒന്ന് മാറ്റി ചിന്തിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഓരോ അധ്യാപകനും നേരിടുന്ന ഓരോ പ്രശ്നവും. ഈ അധ്യാപക ദിനത്തിലെങ്കിലും, ഈ അധ്യാപകരെ ആചരിക്കുന്ന ഈ ദിവസത്തിലെങ്കിലും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇനി ഒരു അധ്യാപക ഹൃദയവും വേദനിക്കാതിരിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ അധ്യാപകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അധ്യാപക ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.